അസ്സലാമു വെൽക്കം ബാക്ക് ടു ഫെല്ല മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ ഒരു ലഞ്ച് വ്ളോഗാണ്. അപ്പോൾ ഞാൻ ഇന്ന് ലഞ്ചിന് ഉണ്ടാക്കാൻ വിചാരിച്ചത് ഒരു അടിപൊളി തലശ്ശേരി സ്റ്റൈല് ചെമ്മീൻ ബിരിയാണിയാണ്. നമുക്കത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോളം ഒരു മീഡിയം സൈസ് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ 5 തക്കാളി, പിന്നെ ഒരു 4 സവാള വേണം നമുക്ക്. പിന്നെ കുറച്ച് പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊരു പാന് വെച്ചിട്ട് ഈ എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കണം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 5 തക്കാളി ഇട്ട് കൊടുക്കുക. എണ്ണ ഒന്നും ഒഴിക്കാതെ ആദ്യം തന്നെ തക്കാളി പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ ഈ മസാല ആവട്ടെ, അപ്പോഴത്തേനും നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കുക. ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വലിയ ടേബിൾ സ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്കൊരു ഇത്തിരി ഓയിലും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്, ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിതിവിടെ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഡ്രെയിൻ ചെയ്തതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ മസാല ഇത് നന്നായിട്ട് ഉടഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ അരി ഇങ്ങനെ വിട്ട് നിൽക്കണം, അതുവരെ ഒന്ന് വറുത്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നെയ്ച്ചോറ് തീരെ ഒട്ടി പിടിക്കുകയൊന്നുമില്ല. അങ്ങനെ നല്ല റൈസായിട്ട് നമുക്കിത് കിട്ടും. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1.5 കപ്പായിട്ടാണ് വെള്ളം എടുത്തിരിക്കുന്നത്. അപ്പോൾ മൊത്തം 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് ഒരു വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതേ തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് അത്യാവശ്യം ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതേ ചെമ്മീൻ നല്ല വെന്ത് വന്നിട്ടുണ്ട്, അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. കുറച്ച് തന്നെ ഉള്ളൂ. ഞാൻ അപ്പം പാത്രങ്ങൾ വേഗം കഴുകി വെക്കും, അതുകൊണ്ട് അങ്ങനെ പരക്കില്ല. നമ്മൾ വേഗം എടുത്ത പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെക്കുകയാണെങ്കിൽ തീരെ വൃത്തികേടാവില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് കൂടുതൽ മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച 4 സവാള ഇല്ലേ, അതിൽ കുറച്ച് മാത്രം ഡെക്കറേഷന് വേണ്ടി മാത്രം മാറ്റി വെച്ചതിന് ശേഷം ബാക്കി എല്ലാം ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദമ്മിടാൻ തുടങ്ങാം. അപ്പോൾ ഈ മസാലയിൽ നിന്ന് പകുതി മസാല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ലെയറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇനി മസാല ഇട്ടതിന് ശേഷം ഇതിൻ്റെ മേലെ ചോറിട്ട് കൊടുക്കുക. നമ്മളുടെ ചോറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്ത ലെയർ മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ചോറും കൂടി ഇതിൻ്റെ മേലെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. ഇനി ഇപ്പം നന്നായി സെറ്റായി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചതിലത്തെ ബാക്കി സവാളയും കൂടി മേലെ ഇട്ട് കൊടുക്കുക. ഫ്രൈ ചെയ്ത സവാളയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ ചെറുനാരങ്ങ കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ദം ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സൈഡ് ഡിഷുകൾ ഉണ്ടാക്കാം. അപ്പം ഞാനിതിവിടെ പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു സുർക്ക സലാഡാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്കൊരു സവാളയുടെ ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കുക. ഒരു ചെറിയ തക്കാളി, ഇതും തക്കാളിയും സവാളയും ഉപ്പും കൂടി നന്നായിട്ടൊന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും. എന്നിട്ട് 2 മൂടി സുർക്ക അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് വെള്ളം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സലാഡ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കിച്ചണ്. ഇതൊരു പഴയ വില്ലയായ കാരണം പഴയ ഇതാണ്, കുറച്ച് പഴയതാണിത്. അപ്പോൾ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് ഇക്ക വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ പോവാണ്. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നല്ല ടേസ്റ്റുമാണ്. ചോറൊക്കെ ഇതേ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചെമ്മീനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക്